Good morning students, welcome to this video. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന് വേണ്ട എക്സ്പെരിമെന്റൽ സെറ്റപ്പിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, what is this input chara of characteristics in the short form ആണ് chara എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ലെങ്തി ആയിട്ടുള്ള ആ വേർഡ് പറയാതെ നമ്മൾ chara എന്ന ഷോർട്ട് ഫോമിൽ പറയും. ഇൻപുട്ട് chara, ഔട്ട്പുട്ട് chara, characteristics ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ട് chara എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ബേസ് കറന്റ് IB ആൻഡ് ബേസ് എമിറ്റർ വോൾട്ടേജ് VB. ഈ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്. നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് വേണം. ഓക്കെ, എക്സ് ആക്സിസിൽ ഒന്നും വൈ ആക്സിസിൽ വേറൊന്നും. ഇവിടെ ബേസ് കറന്റ് IB is plotted along y axis. ഇതാണ് y axis. Here base current IB is plotted along y axis and base emitter voltage VB is plotted along x axis. എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ബേസ് എമിറ്റർ വോൾട്ടേജ് ആയ VBയും വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് IBയുമാണ്, ബേസ് കറണ്ടുമാണ്. പക്ഷെ ഇവിടെ ബേസ് കറണ്ട് മൈക്രോ ആംപിയറിലായിരിക്കും. ബേസ് കറണ്ടിന്റെ വാല്യൂ ചെറുതാണ്, അത് മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. VB വോൾട്ട് റേഞ്ചിലുമായിരിക്കും. ഓക്കെ, സോ ബേസ് കറണ്ട് IB is plotted along y axis and base emitter voltage VB is plotted along x axis. ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ബേസ് കറണ്ട് IB y ആക്സിസിലും ബേസ് എമിറ്റർ വോൾട്ടേജ് VB x ആക്സിസിലും പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ആക്സിസിൽ ഒരു ക്വാണ്ടിറ്റിയും വേറൊരു ആക്സിസിൽ വേറൊരു ക്വാണ്ടിറ്റിയും നമ്മൾ പ്ലോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ബേസ് കറണ്ട് ആയ IBയും എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ബേസ് എമിറ്റർ വോൾട്ടേജ് ആയ VBയുമാണ്. VB പ്ലോട്ട് ചെയ്യുന്നത് വോൾട്ടിലാണ്. ബേസ് കറണ്ട് ആയ IB പ്ലോട്ട് ചെയ്യുന്നത് മൈക്രോ ആംപിയറിലാണ്. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. The curve plotted between IB and base emitter voltage VB is called input characteristics curve. ഇപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IBയും VBയും തമ്മിലുള്ള റിലേഷൻ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ്. സോ ദിസ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് എ ഗ്രാഫ് which shows the relation between base current IB and base emitter voltage VB. ബേസ് കറണ്ട് IBയും ബേസ് എമിറ്റർ വോൾട്ടേജ് VBയും തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ് ഈ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. IB is plotted along y axis. IB പ്ലോട്ട് ചെയ്യുന്നത് y ആക്സിസിലാണ്. and VB is plotted along x axis. VB പ്ലോട്ട് ചെയ്തിരിക്കുന്നത് x ആക്സിസിലാണ്. ഓക്കെ, സാധാരണഗതിയിൽ ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞു IB നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി അവിടെ മൈക്രോ അമ്മീറ്റർ വെച്ചിട്ടുണ്ട്. കാരണം IBയുടെ വാല്യൂ ചെറുതാണ്, മൈക്രോ ആംപിയർ റേഞ്ചിലാണ്. അത് മെഷർ ചെയ്യാൻ വേണ്ടി മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള IB മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു മൈക്രോ അമ്മീറ്റർ വെച്ചപ്പോണ്ട്. ആ മൈക്രോ അമ്മീറ്റർ ഉപയോഗിച്ചാണ് ഈ IBയുടെ വാല്യൂ മെഷർ ചെയ്യുന്നത്. വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്റർ ഉണ്ട്. ഓക്കെ, വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി വോൾട്ട് മീറ്റർ ഉണ്ട്. ഈ ബേസ് കറണ്ട് ആയ IB മെഷർ ചെയ്യാൻ വേണ്ടി ഒരു മൈക്രോ അമ്മീറ്റർ ഉണ്ട്. കാരണം ഇവിടെ കിട്ടുന്ന IBയുടെ വാല്യൂ മൈക്രോ ആംപിയർ റേഞ്ചിലാണ്. മില്ലി ആംപിയർ റേഞ്ചിലല്ല, മൈക്രോ ആംപിയർ റേഞ്ചിലാണ്. അത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഇൻപുട്ട് സൈഡിൽ ഒരു മൈക്രോ അമ്മീറ്റർ വെച്ചപ്പോണ്ട്, വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്ററും വെച്ചപ്പോണ്ട്. ഇത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ VBയുടെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IBയുടെ വാല്യൂ നോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓരോ IBയുടെ വാല്യൂ VBയുടെ വാല്യൂ നോട്ട് ചെയ്യുന്നു. അത് വെച്ചൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ
ഈ വി സി അതായത് കളക്ടർ എമിറ്റർ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. ഓക്കെ, അപ്പോൾ ഈ ഐ ബിയുടെ വാല്യൂവും വി ബിയുടെ വാല്യൂവും മെഷർ ചെയ്യുമ്പോൾ വി സി അതായത് കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്തായിട്ട് നിർത്തണം? കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. ഇവിടെ നിങ്ങൾ ഈ ഗ്രാഫിൽ 3 ഡിഫറന്റ് വി സി വാല്യൂവിനുള്ള കർവ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കർവ് എന്ന് പറഞ്ഞാൽ വി സി 2 വോൾട്ടിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തി ഐ ബിയും വി ബിയും ഉപയോഗിച്ചുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യിക്കുന്നു. രണ്ടാമത്തെ കർവ് വി സി 6 വോൾട്ട് കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഐ ബിയുടെയും വി ബിയുടെയും വാല്യൂ ഉപയോഗിച്ചുള്ള കർവ്. മൂന്നാമത്തത് വി സി 10 വോൾട്ട് ആക്കി നിർത്തിക്കൊണ്ട് ഐ ബിയും വി ബിയും ഉപയോഗിച്ചുള്ള ഇൻപുട്ട് കർവാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വി സിയുടെ വാല്യൂവിന് വലിയ പ്രാധാന്യമില്ല, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും. വി സിയുടെ വാല്യൂ ഗ്രാഫിൽ വലിയ പ്രാധാന്യമൊന്നും ചെലുത്തുന്നില്ല, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐ ബിയുടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഐ ബിയുടെ വാല്യൂവും വി ബിയുടെ വാല്യൂവും നമ്മൾ എടുക്കുമ്പോൾ വി സി കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. വി സി വേരി ചെയ്യാൻ പാടില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുക. 2 ആണെങ്കിൽ 2, അല്ല 6 ആണെങ്കിൽ 6, 10 ആണെങ്കിൽ 10 ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുക. അങ്ങനെ 3 വ്യത്യസ്തമായ വാല്യൂവിലുള്ള കർവാണ് കാണിച്ചിരിക്കുന്നത്, ഇൻപുട്ട് ക്യാരിയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വി സിയുടെ വാല്യൂവിന് ഈ ക്യാരിയർ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഐ ബിയുടെ വാല്യൂവും വി ബിയുടെ വാല്യൂവും മെഷർ ചെയ്യുമ്പോൾ നമ്മൾ വി സിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. ഓക്കെ, ദ വാല്യൂ ഓഫ് വി സി ഷുഡ് ബി കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നോക്കുക, ഈ കർവ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഡയോഡിന്റെ ഫോർവേഡ് ക്യാര ഏകദേശം ഇതേപോലെയാണ്. ഡയോഡിന്റെ ഫോർവേഡ് ക്യാര നമ്മൾ അവിടെ പഠിച്ചൊരു കാര്യമുണ്ട്. വോൾട്ടേജ് കൂട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന് കട്ടിൻ വോൾട്ടേജ് ആയ സിലിക്കന്റെ കേസിൽ കട്ടിൻ വോൾട്ടേജ് എത്ര? 0.7. ജർമീനിയത്തിന്റെ കേസിലോ 0.3 ആവുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് കറണ്ടിന്റെ വാല്യൂ കൂടി പോവും. ഓക്കെ, ചെറുതായിട്ടൊന്ന് വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പെട്ടെന്ന് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അവിടെ പഠിച്ചു. ഡയോഡ് ക്യാര പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ആദ്യം വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് കണ്ടക്ട് ചെയ്ത ഡയോഡ്. വോൾട്ടേജ് 0.2 0.3 0.4 ഒക്കെ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ കട്ടിൻ വോൾട്ടേജ് സിലിക്കന്റെ കേസിൽ 0.7 ജർമേനിയത്തിന്റെ കേസിൽ 0.3 ആവുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടിന് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, അതായത് ബേസ് എമിറ്റർ വോൾട്ടേജ് സിലിക്കന്റെ കേസിൽ 0.7 ജർമേനിയത്തിന്റെ കേസിൽ 0.3 ആവുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതേപോലെയാണ് ഇവിടെ ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ഇൻപുട്ട് ക്യാരിയിലും ബേസ് എമിറ്റർ വോൾട്ടേജ് 0.2 അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. ഐബിയുടെ വാല്യൂ 0. കണ്ടോ, ഗ്രാഫിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ട്രാൻസിസ്റ്റർ അവിടെ കണ്ടക്ട് ചെയ്യത്തില്ല, കറണ്ട് ഫ്ലോ ഇല്ല. 0.3 ഇല്ല, 0.4 IB 0 ആണ്. കാര്യം എന്താ? ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കട്ടിൻ വോൾട്ടേജിന് തുല്യമോ അതിനേക്കാൾ കൂടുതലോ ആവുമ്പോൾ മാത്രമേ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഡയോഡിന്റെ കൂട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം കട്ടിൻ വോൾട്ടേജ് എത്രയാണ്? സിലിക്കന്റെ കേസിൽ 0.7 ജർമീനിയത്തിന്റെ കേസിൽ 0.3 ആവുമ്പോൾ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. ഓക്കെ, യഥാർത്ഥത്തിൽ ഒരു കട്ടിൻ വോൾട്ടേജ് 0.5 ഒക്കെ എത്തുമ്പോഴത്തേക്ക് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കട്ടിൻ വോൾട്ടേജ് ആവുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബേസ് എമിറ്റർ വോൾട്ടേജ്, ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന ബേസ് എമിറ്റർ വോൾട്ടേജ്, അതായത് വി ബിയുടെ വാല്യൂ കട്ടിൻ വോൾട്ടേജ് ആവുമ്പോഴത്തേക്ക് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും.
പിന്നെ ചെറുതായിട്ടൊന്ന് വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ടിന്റെ വാല്യൂ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. ചെറുതായിട്ട് VB വാല്യൂ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ടിന്റെ വാല്യൂ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. ഈ കട്ട് ഇൻ വോൾട്ടേജ് വരെ എന്തായിരിക്കും? കറണ്ടിന്റെ വാല്യൂ IB വാല്യൂ 0 ആയിരിക്കും. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന VB അതായത് ബേസ് എമിറ്റർ വോൾട്ടേജ് കട്ട് ഇൻ വോൾട്ടേജ് ആവുന്നത് വരെ, സിലിക്കണിന്റെ കേസിൽ 0.7 ജെർമേനിയത്തിന്റെ കേസിൽ 0.3 ആവുന്നത് വരെ ട്രാൻസിസ്റ്റർ കണ്ടക്ഷൻ നടക്കത്തില്ല. IB വാല്യൂ 0 ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബേസ് എമിറ്റർ വോൾട്ടേജിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും, കറണ്ടിന്റെ വാല്യൂ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് ക്യാര എന്ന് പറയുന്നത് ഡയോഡിന്റെ ക്യാര പോലെയാണ്. ഡയോഡിന്റെ ക്യാരയും ഇതുപോലെയായിരുന്നു. ഓക്കെ, ഇനി ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണം. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ബേസ് എമിറ്റർ വോൾട്ടേജ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ആണ് ഫോർ കോൺസ്റ്റന്റ് VC. അപ്പോൾ നമുക്കറിയാം ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്യാരയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ബേസ് എമിറ്റർ വോൾട്ടേജ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ബേസ് കറണ്ട്. ഡെൽറ്റ VB ഡിവൈഡ് ബൈ ഡെൽറ്റ IB. ഡെൽറ്റ VB എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ബേസ് എമിറ്റർ വോൾട്ടേജ് എന്നാണ്. ഡെൽറ്റ IB എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ആണ്. അപ്പോൾ ഡെൽറ്റ VB ഡിവൈഡ് ബൈ ഡെൽറ്റ IB ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് RI. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ.